എല്ലാരും ഞങ്ങളുടെ കഥയൊക്കെ കേൾക്കാറുണ്ടോ? കുട്ടികൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്ന ഇഷ്ടമാണോ? ഇന്ന് നമുക്ക് അപ്പുവിന് കിട്ടിയ മാന്ത്രിക ബലൂണിന്റെ കഥ കേട്ടാലോ? ഒരിടത്തൊരിടത്ത് ഒരു വലിയ പൂന്തോട്ടത്തിന്റെ നടുവിൽ ഒരു ചെറിയ കുടിലിൽ അപ്പു എന്നൊരു കുട്ടിയും അവന്റെ അച്ഛനും അമ്മയും താമസിച്ചിരുന്നു. അപ്പുവിന് കളിക്കാനും ചിരിക്കാനും പാട്ടുപാടാനുമൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അപ്പുവിന്റെ ജന്മദിനമായിരുന്നു. രാവിലെ ഉണർന്നപ്പോ അപ്പു കണ്ടത് തന്റെ കട്ടിലിന്റെ അടുത്ത് വലിയൊരു സമ്മാനപ്പൊതിയാണ്. അപ്പു വേഗം തന്നെ അത് തുറന്നു നോക്കി. അതിൽ ചുവപ്പ്, നീല, പച്ച, മഞ്ഞ എല്ലാ നിറങ്ങളിലുമുള്ള നല്ല ഭംഗിയുള്ള കുറേ ബലൂണുകളായിരുന്നു. അപ്പുവിന് സന്തോഷം അടക്കാനായില്ല. അവൻ ഓരോ ബലൂണും ഊതി വീർപ്പിക്കാൻ തുടങ്ങി. അപ്പോ ഒരു അത്ഭുതം സംഭവിച്ചു. അതിലെ ചുവപ്പ് ബലൂൺ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോ ഞാൻ ഒരു മാന്ത്രിക ബലൂണാണ്. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം. അപ്പു അത്ഭുതത്തോടെ ബലൂണിനെ നോക്കി. സത്യമാണോ ഇത്? എങ്കിൽ എനിക്കിന്ന് എന്റെ കൂട്ടുകാരുമായി ഒരുപാട് നേരം കളിക്കണം, ഒരുപാട് ചിരിക്കണം, കുറേ കഥകളും പറയണം. പക്ഷേ എന്റെ കൂട്ടുകാർ കുറേ ദൂരെയാണ് താമസിക്കുന്നത്. മാന്ത്രിക ബലൂൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊരു പ്രശ്നമല്ല, നീ ഈ ബലൂണിൽ കയറിയിരുന്നോളൂ. അപ്പു ബലൂണിൽ കയറിയിരുന്നു. ബലൂൺ പതിയെ ഉയർന്നു പൊങ്ങി ആകാശത്തേക്ക് പറന്നു. അപ്പുവിന് പേടിയുണ്ടായിരുന്നില്ല. കാരണം ബലൂൺ അവനെ താങ്ങി നിർത്തിയിരുന്നു. അപ്പു പറന്നു പോകുമ്പോ താഴെ കണ്ട കാഴ്ചകൾ അവനെ അതിശയിപ്പിച്ചു. ചെറിയ വീടുകൾ, ആളുകൾ, പുഴകൾ എല്ലാം ഒരുപാട് ചെറുതായി അവന് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോ ബലൂൺ ഒരു വലിയ മൈതാനത്ത് താഴ്ന്നു. അവിടെ അപ്പുവിന്റെ കൂട്ടുകാർ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അപ്പുവിന് അതിയായ സന്തോഷമായി. അവൻ ബലൂണിൽ നിന്നിറങ്ങി കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടി. അവർ ഒരുമിച്ചിരുന്ന് ചിരിച്ച് പാട്ടുപാടി കളിച്ച് കഥകൾ പറഞ്ഞ് അപ്പുവിന്റെ ജന്മദിനം അങ്ങനെ നല്ലൊരു ദിവസമായി മാറി. ഇനി വേറെ ഒരു കഥയുമായി പിന്നെ കാണാം.